ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ ഗരുഡ സ്തോത്രത്തെക്കുറിച്ചാണ്. ഈ സ്തോത്രം നമുക്ക് ലഭിക്കുന്നത് മഹാഭാരതത്തിലാണ്. മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിൽ ഗരുഡ ഭഗവാന്റെ അവതാര കഥ വിസ്തരിച്ച് വർണ്ണിക്കപ്പെടുന്നുണ്ട്. ആ കഥ ഇതിനു മുമ്പ് നമ്മൾ ശ്രവിച്ചിട്ടുള്ളതാണ്. ആ കഥയിൽ ദേവന്മാര് ഗരുഡനെ സ്തുതിക്കുന്ന ഭാഗത്താണ് ഈ സ്തോത്രം വരുന്നത്. അതായത് ദേവന്മാർ രചിച്ചിട്ടുള്ള ഗരുഡ സ്തോത്രമാണ് ഇത്. ചെറിയ സ്തോത്രമാണ്, 5 ശ്ലോകങ്ങളെ ഇതിലുള്ളൂ. ഇതിൽ ദേവന്മാർ ഗരുഡ ഭഗവാന്റെ പരിപൂർണ മഹിമയെ ആവാഹിച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്തോത്രത്തെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഗരുഡന്റെ മഹിമ നമ്മുടെ മനസ്സിൽ നന്നായി തെളിയും. ഗരുഡനോടുള്ള ഭക്തി വർദ്ധിക്കും. തദ്വാര ഗരുഡന്റെ അനുഗ്രഹവും സിദ്ധിക്കും. അതുകൊണ്ട് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള സ്തോത്രമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്തോത്രമാണ്. അപ്പോൾ നമുക്കിതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ ഗരുഡ സ്തോത്രം. ത്വം ഋഷിസ്ത്വം മഹാഭാഗസ്ത്വം ദേവഃ പതഗേശ്വരഃ ത്വം പ്രഭുസ്തപന പ്രഖ്യസ്ത്വം നസ്ത്രാണമനുത്തമം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ ഭഗവാനെ വിളിക്കുകയാണ്. ത്വം ഋഷി, അവിടുന്ന് ഋഷി ആകുന്നു. ഋഷി എന്ന ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. നമുക്കിവിടെ 3 അർത്ഥങ്ങളെ പ്രധാനമായിട്ടും ചിന്തിക്കാം. ഗരുഡന്റെ പൂർണ്ണത ഉൾക്കൊള്ളാൻ ഈ 3 അർത്ഥങ്ങൾ നമ്മെ സഹായിക്കും. അപ്പൊ ആദ്യമായിട്ട് ഋഷി എന്ന പദത്തിന് നമ്മൾ എടുക്കുന്ന അർത്ഥം വേദം എന്നാണ്. അപ്പോൾ ത്വം ഋഷി എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേദമാകുന്നു. ഗരുഡൻ നമുക്കെല്ലാം അറിയാം മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ്. അതായത് മഹാവിഷ്ണുവിനെ വഹിച്ചുകൊണ്ട് ഭക്തരുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഗരുഡ ഭഗവാനാണ്. മഹാവിഷ്ണു പരബ്രഹ്മസ്വരൂപനാണ്, പരബ്രഹ്മം തന്നെയാണ്. പരബ്രഹ്മത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് വേദമാണ്. വേദത്തെ പഠിച്ചാൽ അതിൻ്റെ സാരമായ ബ്രഹ്മം സാക്ഷാത്കരിക്കപ്പെടും. അപ്പോൾ ഏതുപോലെയാണോ വേദം ബ്രഹ്മത്തെ സാക്ഷാത്കരിപ്പിക്കുന്നത്, അതേപോലെ ഗരുഡൻ ഭഗവാനെ ഭക്തരുടെ അടുത്തേക്ക് എത്തിക്കുന്നു. അപ്പൊ ഭഗവാനെ ഭക്തർ കാണുന്നത് ഗരുഡന്റെ സഹായത്താലാണ്. അതുകൊണ്ട് ഗരുഡൻ വേദസ്വരൂപിയാണ്. ഇപ്പൊ വേദത്തിന്റെ പ്രതീകമാണ് ഗരുഡൻ, അറിവിന്റെ മൂർത്തിയാണ്. ആ ഗരുഡനെ നമ്മൾ ഉപാസിക്കുന്ന സമയത്ത് ഗരുഡന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അറിവ് ലഭിക്കും. ആ അറിവ് നമ്മുടെ ഉള്ളിൽ വിരിയാൻ തുടങ്ങുമ്പോൾ ഭഗവത് പ്രാപ്തിയും നമുക്കുണ്ടാവും, ഭഗവത് ദർശനം നമുക്ക് സിദ്ധിക്കും. അതുകൊണ്ട് ഭഗവാനെ വഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ വേദസ്വരൂപിയാണ്. അതുകൊണ്ട് ത്വം ഋഷി എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അവിടുന്ന് ഋഷിയാണ്, വേദസ്വരൂപിയാണ്. ഇങ്ങനെ നമ്മൾ വേദസ്വരൂപിയായി, അതായത് ഭഗവാനെ വ്യക്തമാക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ഗുരുസ്വരൂപിയായി നമ്മൾ ഗരുഡ ഭഗവാനെ ഉപാസിക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ഗരുഡനോട് അടുക്കാൻ തുടങ്ങും. അങ്ങനെ അടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കും ഗരുഡൻ ഭഗവാന്റെ തന്നെ അവതാരമാണ്, അതായത് ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് ഋഷി എന്ന ശബ്ദത്തിന് ഇവിടെ രശ്മി എന്നർത്ഥമെടുക്കാം. സൂര്യന്റെ രശ്മി ഏതുപോലെയാണോ അതുപോലെ നാരായണന്റെ രശ്മിയാണ് ഗരുഡൻ, അതായത് നാരായണന്റെ അംശമാണ്. പ്രകാശമുണ്ടെങ്കിൽ നമുക്ക് സൂര്യന്റെ സാന്നിധ്യം അനുമാനിക്കാം. അതുപോലെ ഗരുഡൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുമാനിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഭഗവാനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഗുരുസ്വരൂപനാണ്, വേദസ്വരൂപനാണ് എന്നർത്ഥത്തിൽ ഋഷി എന്ന് വിളിച്ചു. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു ആ ഗുരുമൂർത്തിയായിരിക്കുന്ന, വേദമൂർത്തിയായിരിക്കുന്ന ഗരുഡൻ ഭഗവാന്റെ അംശം തന്നെയാണ്, ഭഗവാനിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ട് രശ്മി സ്വരൂപനായതുകൊണ്ടും ത്വം ഋഷി എന്ന് വിളിച്ചു. അങ്ങനെ നമ്മൾ ഉപാസന തുടരുകയാണ്, കൂടുതൽ അടുക്കുകയാണ്. ക്രമേണ നമ്മൾ ഒരു സത്യം അറിയും, അത് സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണ്. അംശം എന്ന ഭേദം പോലും പറയാൻ പറ്റില്ല. ഭഗവാൻ സ്വയമാണ് ഗരുഡനായി പരിണമിച്ചിട്ടുള്ളത്. ആ ഭഗവാൻ തന്നെയാണ് തന്നെ വഹിക്കുന്നത്. അതുകൊണ്ട് ഋഷി എന്ന പദത്തിന് 3ാമത്തെ അർത്ഥമായി ആത്മജ്ഞാനി എന്നെടുക്കാം. തന്നെ അറിഞ്ഞവൻ. തൻ്റെ സ്വരൂപം വിഷ്ണുവാണ്, എല്ലാവരുടെയും സ്വരൂപം വിഷ്ണുവാണ്. അതിനെ തിരിച്ചറിഞ്ഞവൻ വിഷ്ണുവായി ഭവിക്കുന്നു. ബ്രഹ്മവിൽ ബ്രഹ്മൈവ ഭവതി എന്നാണ്. അപ്പൊ അതിനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് നാരായണൻ തന്നെയാണ് ഗരുഡൻ. അപ്പൊ നാരായണനെ നമ്മളിലേക്ക് എത്തിക്കുന്നവൻ, വാഹനമായിരിക്കുന്നത് കൊണ്ട് വേദസ്വരൂപൻ ഋഷിയാണ് അങ്ങ്. പിന്നീട് നാരായണന്റെ അംശം തന്നെയാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് രശ്മി എന്ന അർത്ഥത്തിൽ ഋഷിയാണ്. പിന്നീട് നാരായണൻ തന്നെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ആത്മജ്ഞാനിയാണെന്ന അർത്ഥത്തിലും ഋഷിയാണ്.
അപ്പോൾ ഉപാസനയുടെ ഉയർച്ചയ്ക്കനുസരിച്ച് നമ്മൾ ആ ഭേദത്തെ കുറച്ച് കൊണ്ടുവന്ന് അവസാനം ഒന്നേ ഉള്ളൂ, നാരായണൻ മാത്രമേ ഉള്ളൂ. നാരായണനെ അഭിവ്യക്തമാക്കുന്നതും നാരായണൻ തന്നെയാണ്. അപ്പോൾ ഗരുഡ സ്വരൂപത്തിൽ ഇരിക്കുന്നത് സാക്ഷാത് നാരായണൻ തന്നെ. ഒരല്പം പോലും ഭേദം അവർ തമ്മിലില്ല. അപ്പൊ ഗരുഡനെ ഉപാസിക്കുമ്പോൾ ഗുരുസ്വരൂപമായിട്ടും നാരായണന്റെ അംശമായിട്ടും നാരായണനായിട്ടും, അതായത് തൻ്റെ തന്നെ സ്വരൂപമായിട്ടും ഉപാസിക്കണം. ഏത് തലത്തിലാണോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ആ തലത്തിൽ ഉപാസിക്കുക. അപ്പൊ ആ 3 തലത്തെയും സൂചിപ്പിക്കാൻ ദേവന്മാരിവിടെ ഋഷി എന്ന പദം കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ത്വം ഋഷി. അത് കഴിഞ്ഞ് പറയുന്നു ത്വം മഹാഭാഗ. അവിടുന്ന് മഹാഭാഗനാണ്. മഹാഭാഗ ശബ്ദത്തിനും പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം മഹാശയൻ എന്നാണ്, അതായത് വിശാലമായ മനസ്സ് ഉള്ളവൻ. ഗരുഡന് വിശാലമായ മനസ്സുണ്ട്. കാരണം ഗരുഡൻ ഭഗവാനെ ഭക്തരുടെ അടുത്തേക്ക് എത്തിക്കുന്നു. അപ്പൊ നല്ല വിശാലമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ, അതായത് ഉദാരമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഗജേന്ദ്ര മോക്ഷം കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഗജേന്ദ്രന്റെ അടുത്തേക്ക് ഭഗവാനെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നത് ഗരുഡനാണ്. അപ്പൊ ഭക്തരോട് അത്രയും ഔദാര്യം അദ്ദേഹത്തിനുണ്ട്. ആ ഉദാര മനസ്കതയെ സൂചിപ്പിക്കാനായിട്ട് മഹാഭാഗ എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി വലിയ മനസ്സുള്ളവൻ എന്ന് പറയുമ്പോൾ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നവൻ, അത്രയും അറിവുള്ളവനാണ്. കാരണം വേദസ്വരൂപിയാണെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും അറിവുള്ളവനാണ്. ലോകത്തിലുള്ളതിനെ മുഴുവൻ ഉൾക്കൊള്ളാൻ, ആ പരബ്രഹ്മ വസ്തുവിനെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള സാമർഥ്യമുള്ളവൻ, അങ്ങനത്തെ അന്തരംഗമുള്ളവനാണ്. അതുകൊണ്ട് അദ്ദേഹം മഹാഭാഗനാണ്. ഇനി മഹാഭാഗ ശബ്ദത്തിന് മഹാഭാഗ്യവാൻ എന്നർത്ഥമുണ്ട്. ഭാഗ്യശാലിയാണ് ഗരുഡൻ. എന്തുകൊണ്ടാണ് ഭാഗ്യശാലിയാകുന്നത്? കാരണം അദ്ദേഹം സാക്ഷാത് നാരായണനെ തൻ്റെ പുറത്ത് വഹിക്കുന്നു. അതിനേക്കാൾ പരം ഭാഗ്യം എന്താണ്? സൂക്ഷിച്ചു നോക്കിയാൽ നമ്മളൊക്കെ ഗരുഡന്മാരാണ്. കാരണം നമ്മുടെ എല്ലാം ഉള്ളിൽ നാരായണൻ ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ നാരായണനെ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളൊക്കെ തന്നെ മഹാഭാഗനാണ്. അതുകൊണ്ട് ഗരുഡനെ മഹാഭാഗൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഭാഗ്യവാനാണ്. ഭക്തർക്ക് ഏറ്റവും വലിയ സേവ ചെയ്യുന്നവനാണ് ഗരുഡൻ. ഭക്തരെ സേവിക്കുന്നവരിൽ ഏറ്റവും പ്രിയമുള്ളവനാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയം ഭക്തദാസനായിരിക്കുന്ന ഗരുഡനോടാണ്. അതുകൊണ്ടും മഹാഭാഗനാണ്. കാരണം ഭക്തർക്ക് ഒരു വിഷമം വരുമ്പോൾ ഭഗവാനെ എത്തിച്ചു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് മഹാഭാഗ. ഇനി മഹാഭാഗ ശബ്ദത്തിന് അതീവ പരിശുദ്ധനായവൻ എന്നൊരർത്ഥം വരും. ഭഗവാനെ നമ്മൾ ഉള്ളിൽ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്രയും അധികം പരിശുദ്ധമാവണം. ആ സമയത്ത് മാത്രമേ ഭഗവത് ദർശനം നമുക്ക് ലഭിക്കൂ. അതുകൊണ്ടാണ് ഉപാസന, തപസ് തുടങ്ങിയവ നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഗരുഡൻ എന്നും ഭഗവാനെ കാണുന്നു, ഭഗവാനെ വഹിക്കുന്നു. അപ്പൊ ഭഗവാനെ നിത്യം വഹിക്കണമെങ്കിൽ അത്രയും അധികം പരിശുദ്ധനായിരിക്കണം. ഭഗവത് സ്വരൂപം തന്നെയാണെന്ന് ഋഷി എന്ന പദത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് പരിശുദ്ധൻ തന്നെയാണ്. അപ്പോൾ മഹാപരിശുദ്ധൻ, അതീവ പരിശുദ്ധൻ എന്ന അർത്ഥത്തിൽ മഹാഭാഗ ശബ്ദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ത്വം ഋഷി, ത്വം മഹാഭാഗ. അത് കഴിഞ്ഞ് പറയുന്നു ത്വം ദേവ. ദേവശബ്ദത്തിന് പ്രകാശസ്വരൂപൻ എന്നർത്ഥമുണ്ട്. പ്രകാശിക്കുന്നവൻ. ഭഗവാന് നല്ല തേജസ്സുണ്ട്, അതുകൊണ്ട് ദേവനാണ്. ദേവശബ്ദത്തിന് ദാനം കൊടുക്കുന്നവൻ, ദാതാവ് എന്നർത്ഥമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദാതാവ് ഗരുഡൻ തന്നെയാണ്. കാരണം ഗരുഡൻ ആൾക്കാർക്ക് കൊടുക്കുന്നത് ഭഗവാനെ തന്നെയാണ്. ഗരുഡൻ വഹിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നത് എപ്പോഴും നാരായണനെ തന്നെയാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം ഏതാ? ഭഗവാനെ കൊടുക്കുന്നതാണ്. അത് ചെയ്യുന്നത് ഇദ്ദേഹമായതുകൊണ്ട് ഗരുഡ ഭഗവാനെ ദേവ എന്ന് വിളിച്ചിരിക്കുന്നു. ഗുരുസ്വരൂപിയാണ്. കാരണം ഭഗവത് ദർശനം സാധ്യമാക്കുന്നവനാണ്. പതകേശ്വര. പതക ശബ്ദത്തിന് പക്ഷി എന്നാണ് അർത്ഥം. അപ്പോൾ പക്ഷികളുടെ ഈശ്വരനായിരിക്കുന്നവനാണ്. ആകാശത്തിൽ ചരിക്കുന്നവരാണ് പതകങ്ങൾ, പക്ഷികൾ. അവരുടെ ഈശ്വരൻ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ. ഉയർന്ന തലത്തിലുള്ള സഞ്ചാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് വളരെ താഴ്ന്ന തലത്തിലും, അതായത് ഇന്ദ്രിയങ്ങളുടെ തലത്തിലും സഞ്ചരിക്കാം. വളരെ സൂക്ഷ്മമായ ബുദ്ധിക്കും അതിനപ്പുറവുമുള്ള തലത്തിലും സഞ്ചരിക്കാം. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ബുദ്ധിക്ക് അതീതമായ ആത്മഭാവത്തിലുള്ള നമ്മുടെ നിലനിൽപ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പൊ പതകങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ പല തലത്തിൽ സഞ്ചരിക്കുന്നവരെ ആയിട്ടെടുത്താൽ മനസ്സിന്റെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലും നിൽക്കുന്നവരേക്കാൾ ശ്രേഷ്ഠനായവൻ ആത്മജ്ഞാനിയായ ഗരുഡൻ തന്നെയാണ്. അതുകൊണ്ട് പതകങ്ങളുടെ ഈശ്വരനാണ്. ഇനി ഗരുഡൻ എന്ന പക്ഷി എന്ന ഭാവത്തിൽ എടുത്താൽ തന്നെ എല്ലാ പക്ഷികളെക്കാളും ഉയരത്തിൽ പറക്കുന്നവനാണ്, അവരെക്കാൾ വേഗതയിൽ പറക്കുന്നവനാണ്, അവർക്ക് മുഴുവൻ രാജാവായിരിക്കുന്നവനാണ്. അതുകൊണ്ട് പതകേശ്വര.
അപ്പൊ പതക ശബ്ദത്തിന് ആകാശത്തിലൂടെ ചരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ എടുത്താൽ ഹൃദയാകാശത്തിൽ ചരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ നമുക്ക് ധ്യാനിക്കുന്നവർ, അതായത് ഭക്തർ എന്നർത്ഥം എടുക്കാം. അപ്പൊ ഭക്തരുടെ മുഴുവൻ ഈശ്വരനായിരിക്കുന്നത് ഗരുഡനാണ്, ഗുരുസ്വരൂപിയാണ്, സാക്ഷാത് നാരായണൻ തന്നെയാണ്. അതുകൊണ്ട് പതകേശ്വര എന്ന് വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു ത്വം പ്രഭു, എല്ലാവരെയും ഭരിക്കുന്നത് അവിടുന്നാണ്. ഈ പ്രപഞ്ചത്തിൽ പല പ്രകാരത്തിലുള്ള ശക്തികളുണ്ട്. ആ ശക്തികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് സാക്ഷാത് നാരായണനാണ്. ആ നാരായണൻ അവിടുന്ന് തന്നെയാണ്. ഒരല്പം പോലും ഭേദമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ത്വം പ്രഭു, അങ്ങ് സാക്ഷാത് നാരായണൻ തന്നെയാണ്. ഇനി എന്നെ പോലെയുള്ള ഭക്തരെ ഭരിക്കേണ്ടത് അങ്ങാണ്. കാരണം അങ്ങയുടെ ഭരണമുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സ് ശരിയായ ദിശയിൽ ചലിക്കാൻ തുടങ്ങും. അപ്പൊ എത്തേണ്ടവിടത്ത് ഞങ്ങൾ എത്തും. അതുകൊണ്ട് ഞങ്ങളെയെല്ലാം ഭരിക്കുക എന്നൊരു അപേക്ഷയുടെ സ്വരത്തിൽ ഇവിടെ ത്വം പ്രഭു, അവിടുന്ന് പ്രഭുവാകുന്നു. തപന പ്രഖ്യസ്ത്വം, അവിടുന്ന് തപനപ്രഖ്യനാകുന്നു. പ്രഖ്യ ശബ്ദത്തിന് സാദൃശം എന്നാണ് അർത്ഥം, സമാനമായ എന്നാണ് അർത്ഥം. അപ്പൊ തപനന് സമാനമായവനാണ് അവിടുന്ന്. അതുകൊണ്ട് തപന പ്രഖ്യ എന്ന് പറയുന്നു. തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, തപിക്കുന്നവൻ, എല്ലാവരെയും ചൂടാക്കുന്നവൻ. അപ്പൊ ആ സൂര്യ ഭഗവാന് സമാനനാണ് അങ്ങ്. അതായത് സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ, അത്രയും തേജസ്സുള്ളവനാണ്. ശത്രുക്കൾക്ക് അദ്ദേഹത്തെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ സൂര്യന്റെ കിരണങ്ങളെ ഏതുപോലെയാണോ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്തത്, അതുപോലെ ശത്രുക്കൾക്ക് സഹിക്കാൻ പറ്റാത്ത വൈഭവത്തോടു കൂടിയവനായതുകൊണ്ട് തപന പ്രഖ്യ, തപനന് സമാനനാണ്. പിന്നെ നല്ല തേജസ് ഉള്ളത് കൊണ്ടും സൂര്യന് സമാനനാണ്. ഇനി സാക്ഷാത് നാരായണൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിൽ ആത്മഭാവത്തിൽ ശോഭിക്കുന്നത് അദ്ദേഹമാണ്. ആത്മാവിന്റെ തേജസ് സൂര്യനേക്കാൾ എത്രയോ മടങ്ങാണ്. അതുകൊണ്ട് സൂര്യന് സമാനനാണ്, ആത്മസ്വരൂപിയാണ് എന്ന അർത്ഥത്തിലും തപന പ്രഖ്യ ത്വം എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു ന ത്രാണം അനുത്തമം, ഞങ്ങളുടെ അനുത്തമമായ രക്ഷ. ത്രാണം എന്നാൽ രക്ഷ, രക്ഷ അവിടുന്നാകുന്നു. അനുത്തമം, ഇതിനേക്കാൾ ഉത്തമമായിട്ട് മറ്റൊന്നില്ല, ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നില്ല. അതായത് ഒരു ഭക്തനായ എനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള രക്ഷയുടെ പാരമ്യം എന്ന് പറയുന്നത് അങ്ങയുടെ രക്ഷയാണ്. അപ്പൊ അങ്ങയുടെ രക്ഷ ഞങ്ങൾക്കുണ്ടായാൽ പിന്നൊരു രക്ഷ തേടി പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഭഗവത് സായുജ്യം ലഭിക്കുന്നത് വരെയും അങ്ങ് ഞങ്ങളെ രക്ഷിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നസ്ത്രാണം അനുത്തമം എന്ന് വിളിച്ചിരിക്കുന്നു. പരമമായ രക്ഷയാണ് അവിടുന്ന്. അപ്പൊ ഭഗവാനെ ഭജിക്കുമ്പോൾ ആ രക്ഷയെ നൽകുക എന്ന പ്രാർത്ഥന അവിടെയുണ്ട്. അപ്പൊ ഈ രീതിയിൽ ആദ്യത്തെ ശ്ലോകം പറഞ്ഞു. ത്വം ഋഷിസ്ത്വം മഹാഭാഗസ്ത്വം ദേവ പതകേശ്വര ത്വം പ്രഭുസ്തപന പ്രഖ്യസ്ത്വം നസ്ത്രാണമനുത്തമം. തുടർന്ന് രണ്ടാമത്തെ ശ്ലോകമാണ്. ബലോർമിമാൻ സാധുരദീനസത്വ സമൃദ്ധിമാൻ ദുഷ്പ്രസഹസ്ത്വമേവ തപശ്രുതം സർവമഹീനകീർത്തേ അനാഗതം ചോപഗതം ച സർവം. ഇതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം. ഇവിടെ പറയുന്നു ബലോർമിമാൻ, ബല ഉർമിമാൻ, ഊർമിമാൻ. ഊർമി എന്ന് പറഞ്ഞാൽ തിര എന്നാണ് അർത്ഥം. അപ്പൊ ഊർമിമാൻ എന്ന് പറഞ്ഞാൽ തിരയുള്ളവൻ. തിരയുള്ളവൻ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. എന്തിന്റെ സമുദ്രമാണ് അവിടുന്ന്? ബലോർമിമാൻ, ബലത്തിന്റെ സമുദ്രമാണ്. ഒരു സമുദ്രത്തിൽ നിന്നും തിരകൾ ഏതുപോലെ വരുന്നുവോ അതുപോലെ അങ്ങയിൽ നിന്നും ബലം വരുന്നു. ബലം തിരമാലയായി വരണമെങ്കിൽ ബലത്തിന്റെ കടല് തന്നെയാണ് അങ്ങ്. എല്ലാ ബലത്തിന്റെയും ഉറവിടം അവിടുന്നാണ്. സർവശക്തിയുള്ളവനാണ് അങ്ങ്. അതുകൊണ്ട് ബലോർമിമാൻ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാനെ ഉപാസിക്കണമെങ്കിൽ നമുക്ക് നല്ല ബലം ഉണ്ടാവണം. ആത്മബലം നല്ലോണം ഉണ്ടെങ്കിലേ ഉപാസന നന്നായി നടത്താൻ പറ്റൂ. കാരണം മായയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. അത് നമ്മളെ വലിച്ചിഴച്ചുകൊണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയി കുടുക്കിക്കളയും. അപ്പൊ ആ ശക്തിയെ തരണം ചെയ്യാനുള്ള ബലം നമുക്കുണ്ടാവണം. ആ ബലം നമുക്ക് ലഭിക്കുന്നത് ഗുരുസ്വരൂപിയായ ഗരുഡ ഭഗവാന്റെ കൃപ കൊണ്ടാണ്. കാരണം ബലത്തിന്റെ കടല് തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് ബലോർമിമാൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഊർമി ശബ്ദത്തിന് പ്രവാഹം എന്നർത്ഥമുണ്ട്. അപ്പൊ പ്രവഹിക്കുന്നത് എന്നർത്ഥത്തിൽ ഊർമിമാൻ എടുത്താൽ നദി എന്നർത്ഥം വന്നു. അപ്പൊ അങ്ങനെ നദീസ്വരൂപം, ബലത്തിന്റെ നദീസ്വരൂപമായി ബലപ്രവാഹമായിരിക്കുന്നവൻ എന്നർത്ഥത്തിലും ബലോർമിമാനാണ്. അപ്പൊ ബലം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃപ കൊണ്ടാണ്. ശക്തി ലഭിക്കുന്നത്, ശക്തി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ശക്തിയുമുണ്ട്, മനസ്സിന്റെ ശക്തിയുമുണ്ട്, ബുദ്ധിയുടെ ശക്തിയുമുണ്ട്.
ശരീരത്തിന് നല്ല ശക്തി ഉണ്ടെങ്കിലേ സാധന ചെയ്യാൻ പറ്റൂ. പക്ഷെ മനസ്സ് ബലഹീനമാണെങ്കിൽ സാധന നടക്കില്ല. അപ്പോൾ ശരീരത്തിന്റെ ശക്തിയും വേണം, മനസ്സിന്റെ ശക്തിയും വേണം, ഒപ്പം തന്നെ നല്ല തെളിമയുള്ള ബുദ്ധിയും വേണം. കാരണം സാധന ചെയ്യാനുള്ള മുഖ്യ പ്രേരണ ബുദ്ധിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ 3 ബലവും നൽകുന്നവൻ, ആ ബലത്തിന്റെ തിരമാലകളെ ഭക്തരിലേക്ക് ഇങ്ങനെ ചൊരിയുന്നവൻ ആയതുകൊണ്ട് ബലോർമിമാൻ എന്ന് വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് വിളിക്കുന്നു സാധു. സാധുവാണ്, സജ്ജനമാണ് അവിടുന്ന്. അവിടുത്തെ മനസ്സിൽ ഒരല്പം പോലും മാലിന്യമില്ല, ദോഷമില്ല, കലർപ്പില്ല. ശുദ്ധസത്വമൂർത്തിയാണ് അങ്ങ്, സാധുവാണ്. അങ്ങയ്ക്ക് ആരോടും ദുഷ്ടവിചാരമില്ല, കാരണം അങ്ങയുടെ മനസ്സിൽ ദുഷ്ടതയില്ല. അപ്പൊ അങ്ങനെ നിർമ്മലമായ മനസ്സോടു കൂടിയവനായതുകൊണ്ട് സാധുവാണ്. അതുകൊണ്ട് തന്നെ ഭക്തരെ വിളിച്ചാൽ അദ്ദേഹം ഉടനെ തന്നെ ചെന്ന് സഹായിക്കും. കാരണം അത്രയും വിശാലമായ മനസ്സാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ സാധുവാണ്, അദ്ദേഹത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. കാരണം മനുഷ്യൻ എപ്പോഴും ആവശ്യം സത്സംഗമാണ്. ഇപ്പൊ സത്സംഗം ചെയ്യണമെങ്കിൽ സാധുക്കളുടെ സംഘമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ ഭക്തരും ആശ്രയിക്കേണ്ടത് ഗരുഡ ഭഗവാനെയാണ് എന്ന് സൂചിപ്പിക്കാൻ സാധു എന്ന് വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു അദീന സത്വ. അദീനമായ സത്വമാണ് അവിടുന്ന്. ദീനം എന്ന് പറഞ്ഞാൽ ദരിദ്രം എന്നാണ് അർത്ഥം. അപ്പോൾ കുറവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, സമ്പത്തിന്റെ കുറവാണ്. അപ്പോൾ ദീനം എന്നാൽ കുറവ്. അദീനം എന്ന് പറഞ്ഞാൽ ദീനത ഇല്ലാത്തത്, അതായത് കുറവില്ലാത്തത്, അപ്പൊ ധാരാളം ഉള്ളത്. അങ്ങനെയുള്ള സത്വ. സത്വ ശബ്ദത്തിന് ബലം എന്നാണ് അർത്ഥം. അപ്പൊ അദീന സത്വ എന്ന് പറഞ്ഞാൽ വളരെയധികം ബലമുള്ളവനാണ് അവിടുന്ന്. ഇപ്പൊ ബലോർമിമാൻ എന്ന് വിളിച്ചു, അതേ അർത്ഥം തന്നെ ഇവിടെ വന്നു. വളരെയധികം ബലമുള്ളവനാണ്. പ്രപഞ്ചത്തെ മുഴുവൻ വഹിക്കുന്നവൻ നാരായണൻ. ആ നാരായണനെ വഹിക്കുന്നത് ഗരുഡൻ. അപ്പൊ അത്രയും ബലം ഉണ്ടാവണ്ടേ, അതുകൊണ്ട് അദീന സത്വ. സത്വശബ്ദത്തിന് ധൈര്യം എന്നർത്ഥമുണ്ട്. ആ അർത്ഥം എടുത്താൽ അധീനമായ ധൈര്യമുള്ളവൻ, അതായത് വളരെയധികം ധൈര്യമുള്ളവൻ. ഗരുഡന് ഭയത്തിന്റെ ഒരു കണിക പോലുമില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധി മനസ്സിൽ നിന്നും എപ്പോഴും വിട്ടു നിൽക്കും, നല്ല തെളിഞ്ഞു നിൽക്കും. അതുകൊണ്ട് മനസ്സിന്റെ ഇളക്കമൊന്നും അദ്ദേഹത്തെ ഒരു അല്പം പോലും ബാധിക്കുകയില്ല. ബുദ്ധിക്ക് ഭയമൊന്നുമില്ല, മനസ്സിനാണതുള്ളത്. അപ്പോൾ ധൈര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ തലത്തിൽ നിൽക്കുക എന്നാണ്. ആ ഭാവത്തിലാണ് ഗരുഡൻ എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ ചാഞ്ചല്യമൊന്നും ഗരുഡനെ ബാധിക്കുന്നില്ല. ഒന്നിനോടും ഗരുഡന് ഭയമില്ല. അദ്ദേഹത്തിന്റെ അവതാര കഥയിൽ നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിന്റെ സാഹസങ്ങളൊക്കെ. അത്രയും ശക്തിയുള്ളവനാണ്, അത്രയും ധൈര്യമുള്ളവനാണ്. അതുകൊണ്ട് അദീന സത്വ. അപ്പൊ നമ്മുടെ നേർക്ക് പല ദുഷ്ടശക്തികളും വന്നെന്ന് വരാം, സാധനയ്ക്ക് ഭംഗം വരുത്തിയെന്ന് വരാം. ആ സമയത്തൊക്കെ അതിനെ എതിർക്കണമെങ്കിൽ നല്ല ബലമുള്ളവനും നല്ല ധൈര്യമുള്ളവനും നമ്മുടെ രക്ഷകനായിട്ടുണ്ടാവണം. അങ്ങനെയുള്ളത് സാക്ഷാത് ഗരുഡ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ നമിക്കുന്ന സമയത്ത് ആ രക്ഷ അദ്ദേഹം പ്രദാനം ചെയ്യും. അപ്പൊ ഏത് പ്രകാരത്തിലുള്ള ശക്തി നമ്മുടെ നേർക്ക് വന്നാലും അതിനെ തടഞ്ഞ് അതിനെ ഭസ്മമാക്കി നമുക്ക് രക്ഷയെ അദ്ദേഹം പ്രദാനം ചെയ്യും. അതുകൊണ്ട് അദീന സത്വ എന്നിവിടെ വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു സമൃദ്ധിമാൻ. സമൃദ്ധിയുള്ളവനാണ് അവിടുന്ന്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, നല്ല ഐശ്വര്യം. ഐശ്വര്യം അതിന്റെ പൂർണ്ണതയിലായി കഴിയുമ്പോഴാണ് സമൃദ്ധി എന്ന് വിളിക്കുക. അപ്പൊ ഐശ്വര്യത്തിന്റെ പൂർണ്ണതയോട് കൂടിയവൻ, ഈശ്വരന് ഉള്ളതാണ് ഐശ്വര്യം. ഭഗവാൻ ഈശ്വരൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഗരുഡന് സ്വാഭാവികമായും ഐശ്വര്യമുണ്ട്, അത് അതിന്റെ പൂർണ്ണതയിൽ തന്നെയുണ്ട്. അപ്പോൾ സമൃദ്ധിമാൻ, ഐശ്വര്യമുള്ളവനല്ലേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. ഈശ്വരനെ ലഭിക്കാൻ വേണ്ടി തപിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് ആ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നവൻ ഒറ്റ ഒരുത്തൻ മാത്രമാണ്, അത് സാക്ഷാത് ഗരുഡ ഭഗവാനാണ്. അതുകൊണ്ട് ഗരുഡനെ ഭജിച്ചാൽ ഐശ്വര്യം നമുക്കും ലഭിക്കും. അപ്പോൾ പുറമെയുള്ള സംരക്ഷണം മാത്രമല്ല, നമുക്ക് ഐശ്വര്യത്തെയും ഭഗവാൻ പ്രദാനം ചെയ്യും. അതുകൊണ്ട് സമൃദ്ധിമാൻ. ദുഷ്പ്രസഹ എന്നാണ് തുടർന്ന് വിളിക്കുന്നത്. ത്വം ദുഷ്പ്രസഹ ഏവ. അവിടുന്ന് ദുഷ്പ്രസഹനാണ്. ദുഷ്പ്രസഹനായിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. പ്രസഹം എന്ന് പറഞ്ഞാൽ സഹിക്കുക, സഹിക്കാൻ പറ്റുക എന്നർത്ഥം. ദുഷ് എന്നത് ചേർത്ത് പറയുമ്പോൾ അവിടെ സഹിക്കാൻ പറ്റാത്ത ഭാവം എന്ന് പറഞ്ഞു. അതായത് ആർക്കും സഹിക്കാൻ പറ്റാത്തവനാണ്, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തവനാണ് അവിടുന്ന്. ഗരുഡനോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഗരുഡന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരുത്തനും സാധിക്കുകയില്ല. അത്രയും ബലമുള്ളവനാണ്, ധൈര്യമുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് ദുഷ്പ്രസഹ എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങയെ സഹിക്കാൻ, അങ്ങയെ താങ്ങാൻ ആർക്കും സാധിക്കില്ല. സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ സർവവ്യാപിയായ പൊരുളാണ്.
അത്രയും സൂക്ഷ്മതയുള്ള പൊരുളിനെ ഉൾക്കൊള്ളാൻ ഒരു മനസ്സിനും സാധിക്കുകയില്ല. മനസ്സിന്റെയും ബുദ്ധിയുടെയും പ്രാപ്തിക്ക് അപ്പുറം നിൽക്കുന്നവനായതുകൊണ്ട് ദുഷ്പ്രസഹ എന്ന് വിളിച്ചിരിക്കുന്നു. ത്വമേവ, അവിടുന്ന് തന്നെയാണ് അത്. അതായത് സാക്ഷാത് നാരായണൻ തന്നെയാണ് അവിടുന്ന് എന്ന് എനിക്ക് ഉറപ്പാണ് എന്നിവിടെ ദേവന്മാർ പറയുകയാണ്. അപ്പോ ബലോർമിമാൻ സാധു അധീന സത്വ സമൃദ്ധിമാൻ ദുഷ്പ്രസഹ ത്വം ഏവ, അവിടുന്ന് തന്നെയാണ്. തപ, അവിടുന്ന് തപസ്സാകുന്നു, തപോമൂർത്തിയാണ്. ഈശ്വരനെ നേടാനുള്ള സാധനയാണ് വാസ്തവത്തിൽ തപം. അപ്പൊ ഈശ്വരനെ നേടാനായിട്ട് നമ്മൾ എപ്പോഴെല്ലാം ശ്രമിക്കുന്നുവോ, ഏതെല്ലാം പ്രകാരത്തിൽ ശ്രമിക്കുന്നുവോ അതെല്ലാം തപസ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാവത്തിൽ ഈശ്വരനെ നേടാനുള്ള നമ്മുടെ തപസ്സായിട്ട് നിൽക്കുന്നത് അവിടുന്നാണ്. അതുകൊണ്ട് ത്വം തപ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു ശ്രുതം, അങ്ങ് കേട്ടിട്ടുള്ളത് എല്ലാം അവിടുന്നാണ്. ശ്രുതം എന്നാൽ കേട്ടിട്ടുള്ളത് എന്നാണ് അർത്ഥം. കേട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെല്ലാം അറിയപ്പെടുന്നുവോ, കാരണം പണ്ട് കാലത്ത് അറിഞ്ഞിരുന്നത് കേൾവിയിലൂടെയാണ്, അതുകൊണ്ടാണ് വേദത്തിന് ശ്രുതി എന്ന പേര് കിട്ടിയത്. അപ്പൊ ഇവിടെ എന്തെല്ലാം അറിയപ്പെടുന്നുവോ അതെല്ലാം അവിടുന്ന് തന്നെയാണ്. കാരണം സാക്ഷാത് നാരായണനാണ്, മഹാവിഷ്ണുവാണ്, അപ്പൊ സർവവ്യാപിയാണ്. അപ്പൊ ഇവിടെ ഉള്ളതെല്ലാം അവിടുന്ന് തന്നെ. അതുകൊണ്ട് ശ്രുതം. ഇനി രണ്ടും ചേർത്ത് വായിക്കാം, തപശ്രുതം എന്ന് വായിക്കാം. അപ്പോൾ വളരെയധികം പ്രസിദ്ധമായിരിക്കുന്ന തപസ്സായിരിക്കുന്നവൻ. കാരണം ഭഗവാനെ തന്നെ ലഭിച്ചു ഗരുഡന്. നാരായണൻ തന്നെ അദ്ദേഹത്തിന്റെ നാഥനായി സ്വയം അദ്ദേഹത്തെ വാഹനമാക്കി മാറ്റി അനുഗ്രഹം കൊടുക്കുകയാണ്. ഭഗവാന്റെ കൊടിയടയാളവും ഗരുഡൻ തന്നെയാണ്, ഗരുഡധ്വജനാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് അത്രയും അനുഗ്രഹം കൊടുത്തത് കൊണ്ട് തപശ്രുതം, വളരെയധികം തപസ് ചെയ്താൽ മാത്രമല്ലേ അങ്ങനെ ഒരു ഫലം ലഭിക്കൂ. അപ്പൊ അതുകൊണ്ട് വളരെ പ്രസിദ്ധമായ, അപ്പൊ ഇവിടെ ശ്രുതം എന്ന പദത്തിന് പ്രസിദ്ധം എന്ന അർത്ഥം എടുക്കാം. വളരെ കേൾവിയുള്ളതായിട്ടുള്ള തപസ്സോടുകൂടിയവൻ, അങ്ങനത്തെ തപസ് അങ്ങ് തന്നെയാണ്. അപ്പൊ തപ ശ്രുതം എന്ന് രണ്ടായിട്ടും തപശ്രുതം എന്ന് ഒരുമിച്ചും നമുക്കെടുക്കാം. സർവം, സർവമായിരിക്കുന്നത് അങ്ങാണ്. അങ്ങ് വിഷ്ണു തന്നെയാണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് സർവമാണ്. ഇനി ശ്രുതം എന്ന പദത്തോട് ഇതും ചേർത്ത് വായിക്കാം. അപ്പൊ സർവം ശ്രുതം, കേട്ടിട്ടുള്ളതെല്ലാം അവിടുന്ന് തന്നെയാണ്. ഞാൻ എന്തെല്ലാം കേൾക്കുന്നുവോ, ഏതെല്ലാം കീർത്തിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നുവോ ആ കേൾക്കുന്നത് മുഴുവൻ അവിടുത്തെ കീർത്തി തന്നെയാണ്. കാരണം അങ്ങ് സർവം തന്നെയാണ്. അപ്പൊ തപ ശ്രുതം സർവം. അത് കഴിഞ്ഞ് പറയുന്നു അഹീന കീർത്തേ. ഹീനം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്, താഴ്ന്നത് എന്നാണ് അർത്ഥം. അഹീനം എന്ന് പറഞ്ഞാൽ കുറയാത്തത്, താഴാത്തത്. അപ്പൊ ഉയരത്തിലുള്ള, വളരെ അധികമുള്ള, വർധനവുള്ള എന്നർത്ഥം വന്നു. അഹീന കീർത്തേ, കീർത്തിയുള്ളവൻ. ഭഗവാന്റെ കീർത്തി അഹീനമാണ്, അതായത് വളരെ അധികമാണ്, ഉയർന്നതാണ്. ഇപ്പൊ താഴ്ന്ന തലത്തിലുള്ളതല്ല, വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള, ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള കീർത്തിയോടുകൂടിയവനായതുകൊണ്ട് അഹീന കീർത്തേ എന്ന് വിളിച്ചിരിക്കുന്നു. ഗരുഡ ഭഗവാൻ ജനിച്ച ഉടനെ തന്നെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം വളരെയധികം സാഹസമുള്ളവയാണ്. അത് സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഭഗവാനെ വഹിച്ചുകൊണ്ട് ഭഗവാനെ ഭക്തരുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതിനേക്കാൾ പരം ശ്രേഷ്ഠമായ ഒരു കർമ്മം ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. അതുകൊണ്ട് ലോകത്തിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കീർത്തി വ്യാപിച്ചിരിക്കുന്നു. ആ കീർത്തിയോട് കിടപിടിക്കാനായിട്ട് മറ്റൊരു കീർത്തിയില്ല. മറ്റുള്ളവരുടെ കീർത്തി മുഴുവൻ അതിനേക്കാൾ താഴെയാണ്. അതുകൊണ്ട് ഇത് അഹീനമാണ്, ഏറ്റവും ഉയരത്തിലുള്ള കീർത്തിയോട് കൂടിയവനാണ് സാക്ഷാത് ഗരുഡ ഭഗവാൻ. അഹീന കീർത്തേ അനാഗതം. ആഗതം എന്നാൽ വന്നത്, അനാഗതം എന്ന് പറഞ്ഞാൽ വരാത്തത്. അപ്പൊ വരാത്തതായതും ച ഉപഗതം, ഉപഗതം എന്നാൽ വന്നിട്ടുള്ളതും, ച സർവം, സർവവും അവിടുന്ന് തന്നെയാകുന്നു. വരാത്തത് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത്, ഉപഗതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതെല്ലാം തന്നെ അങ്ങാകുന്നു. ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങാകുന്നു. ഭാവിയിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്നതും അങ്ങ് തന്നെയാണ്. കാരണം അങ്ങ് ത്രികാലത്തിലുമുള്ള നിത്യവസ്തുവാണ്, സനാതനമായ വസ്തുവാണ്. അതുകൊണ്ട് അനാഗതം ചോപഗതം ച സർവം. ഇനി ഒരിക്കലും വരാത്തവനാണ് എന്ന അർത്ഥത്തിൽ അനാഗതം എന്ന ശബ്ദം എടുക്കാം. ഒരിക്കലും വരാത്തവൻ എന്ന് പറഞ്ഞാൽ മായയുടെ സ്പർശം പോലും ഇല്ലാത്തവൻ. അപ്പൊ ഭഗവാൻ ഒരിക്കലും മായയിലേക്ക് പ്രവേശിക്കുന്നില്ല, എന്നും സ്വരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. ഭക്തർക്ക് ദർശനം കൊടുക്കുമ്പോൾ പോലും ഗരുഡ ഭഗവാന് മായയുടെ സ്പർശമില്ല. അതുകൊണ്ട് ഒരിക്കലും വരാത്തവൻ എന്ന അർത്ഥത്തിൽ അനാഗതം, അദ്ദേഹം വരുന്നില്ല. ഇനി അനാഗതം വരാൻ പോകുന്നത് എന്ന ധ്വനി അവിടെ ഉള്ളത് കൊണ്ട് ഭക്തർ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് എന്നർത്ഥവും വന്നു.
അപ്പൊ ഭക്തരെ വിളിക്കുന്ന സമയത്ത് ഉടനെ വരണം, അതുകൊണ്ട് എപ്പോഴും നോക്കി നിൽക്കുകയാണ്. വന്നിട്ടില്ല, പക്ഷെ വിളിച്ച മാത്രയിൽ വരുന്നവനായതുകൊണ്ട് അനാഗതം. അപ്പൊ ഭക്തരെ വിളിക്കണമെന്ന് അമിതമായി ആഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ, അതുകൊണ്ട് അനാഗതം. ചോപഗതം ച ഉപഗതം, വിളിച്ചാലോ ഉടനെ വരുന്നവനാണ്. അപ്പൊ പല ആൾക്കാർക്കും അനുഭവമുണ്ട്, ഭഗവത് ദർശനം ലഭിച്ചിട്ടുണ്ട് ഗരുഡന്റെ കൃപ കൊണ്ട്. അപ്പൊ അവരൊക്കെ വിളിച്ചപ്പോൾ തന്നെ ഭഗവാനെ കൊണ്ടുവന്നു, അതുകൊണ്ട് ഉപഗതമാണ്. വിളിക്കാത്തവർ വിളിക്കുമെന്ന് കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് അനാഗതമാണ്. ച സർവം, എല്ലാ ഭാവത്തിലും ഇരിക്കുന്നവൻ. അപ്പൊ എല്ലാവരെയും ഈ രീതിയിൽ അനുഗ്രഹിക്കുന്നവൻ എന്നർത്ഥവും എല്ലാ ഭാവത്തിൽ ഇരിക്കുന്നവൻ എന്നർത്ഥവും അവിടെ വന്നു. ഇതായിരുന്നു രണ്ടാമത്തെ ശ്ലോകം. ബലോർമിമാൻ സാധുരദീന സത്വ സമൃദ്ധിമാൻ ദുഷ്പ്രസഹസ്ത്വമേവ തപശ്രുതം സർവമഹീന കീർത്തെ അനാഗതം ചോപഗതം ച സർവം. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ത്വമുത്തമ സർവമിദം ചരാചരം ഗഭസ്തിഭിർഭാനുർ ഇവാവഭാസസേ സമാക്ഷിപൻ ഭാനുമതഃ പ്രഭാം മുഹുസ് ത്വമന്തകഃ സർവമിദം ധ്രുവാധ്രുവം. ത്വം ഉത്തമ, അവിടുന്ന് ഉത്തമൻ ആകുന്നു. ഏറ്റവും ഉയരത്തിലുള്ളവനാണ് ഉത്തമൻ. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നുമില്ല, അതുകൊണ്ട് ഉത്തമനാണ്. സൂക്ഷ്മതയിൽ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് പല തലങ്ങളുണ്ട്. ഈ തലങ്ങളെ എല്ലാം തരണം ചെയ്ത് ഒടുവിൽ ഒരു തലത്തിലെത്തുമ്പോൾ അവിടെ തരണം ചെയ്യാൻ ഒന്നും ശേഷിക്കുന്നില്ല. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ തലം അതുതന്നെയാണ്. ആ ഭാവത്തിലുള്ളവൻ, അതായത് ആത്മസ്വരൂപത്തിലുള്ളവനായതുകൊണ്ട് ഉത്തമനാണ് അവിടുന്ന്. സർവം ഇദം ചരാചരം ത്വം, അവിടുന്ന് ഈ കാണാകുന്ന ചരാചരങ്ങൾ മുഴുവനും ആകുന്നു. ചരം ചരിക്കുന്നത്, അചരം ചരിക്കാത്തത്. അപ്പോൾ ഇളകുന്നതായിട്ടും ഇളകാത്തതായിട്ടും ഈ പ്രപഞ്ചത്തിൽ പലതുമുണ്ട്. പ്രപഞ്ചത്തെ നമുക്ക് ഈ രണ്ടായിട്ട് ഭാഗിക്കാൻ പറ്റും. ഈ രണ്ടായിട്ടും ശോഭിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് സർവമിതം ചരാചരം, അവിടുന്ന് ചരവുമാണ് അചരവുമാണ്. അപ്പോൾ ഭജിക്കുന്നവരുടെ ഭാവത്തിൽ ഇരിക്കുന്നതും വാസ്തവത്തിൽ ഗരുഡൻ തന്നെയാണ്. ഇനി ഇത് മുഴുവൻ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ത്വം ഉത്തമ സർവമിതം ചരാചരം, ചരവും അചരവുമായിരിക്കുന്ന ഇതിനെയെല്ലാം തരണം ചെയ്ത് നിൽക്കുന്ന ഉത്തമനാണ് അവിടുന്ന്. അപ്പൊ ആ അർത്ഥത്തിൽ, അപ്പൊ അതായത് ചരാചരങ്ങൾക്ക് അതീതനായിരിക്കുന്നവനാണ്, ചരാചരങ്ങൾക്ക് മുഴുവൻ ലക്ഷ്യമായിരിക്കുന്നവനായതുകൊണ്ട് ത്വമുത്തമ സർവമിതം ചരാചരം. വേറെ വേറെ ആയിട്ടും ചേർത്തിട്ടും വായിക്കാം. ഗഭസ്തിഭിർ ഭാനുരിവാവ ഭാസസേ. ഗഭസ്തിഭിർ, ഗഭസ്തികളെ കൊണ്ട്, ഗഭസ്തി എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ, പ്രകാശം എന്നാണ് അർത്ഥം. അപ്പൊ പ്രകാശ കിരണങ്ങളെ കൊണ്ട് ഭാനു, ഭാനു എന്നാൽ സൂര്യൻ, ഇവ സൂര്യനെ പോലെ അവഭാസസേ, അങ്ങ് ശോഭിക്കുന്നു. അങ്ങയുടെ തേജസ് എന്ന് പറഞ്ഞാൽ സൂര്യന് സമാനമായ തേജസ്സാണ്. സൂര്യൻ ഏതുപോലെയാണോ കിരണങ്ങളാൽ ശോഭിക്കുന്നത്, അതുപോലെ അങ്ങയുടെ തേജസ്സിനാൽ ശോഭിക്കുന്നു. അങ്ങയെ നോക്കിയാൽ സൂര്യൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകും, ഒരു ആദിത്യൻ തന്നെ ഉദിച്ചു വരികയാണോ എന്ന് തോന്നിപ്പോകും. അപ്രകാരം ഭഗവാനെ കൊണ്ടുവരുന്നവനാണ്. ഭഗവാൻ അവ്യക്തമൂർത്തിയാണ്, അതുകൊണ്ട് കറുകറുത്തിട്ടാണ് ഇരിക്കുന്നത്. മേഘത്തിന്റെ, പഴുത്ത മേഘത്തിന്റെ നിറമാണ് ഭഗവാനുള്ളത്. ആ അവ്യക്തമായ മൂർത്തിയെ വ്യക്തമാക്കി തരുന്നവനാണ് ഗരുഡൻ. അതുകൊണ്ട് ഗരുഡന് നല്ല പ്രകാശമുണ്ട്. അപ്പൊ സ്വർണമയമായ പ്രകാശമാണ് ഗരുഡനുള്ളത്. അപ്പൊ അവ്യക്തമായതിനെ വ്യക്തമാക്കി തരുന്നവനായതുകൊണ്ട് അങ്ങനെ പ്രകാശിക്കുന്നവൻ ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു സൂര്യന് സമാനമായി. ഇപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിൽ അവ്യക്തമായി ഇരുണ്ടിരിക്കുന്ന ഒരു വസ്തുവുണ്ട്. ഇരുണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വസ്തുവാണ്. ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത് ഗരുഡനായതുകൊണ്ട് ഗരുഡന് സൂര്യന് സമാനമായ പ്രകാശമാണ്. അപ്പോൾ ജ്ഞാനസ്വരൂപിയാണ്, ജ്ഞാനദാതാവായ ഗുരുവിന്റെ സ്വരൂപിയാണ് എന്നെല്ലാം അർത്ഥത്തിൽ ഗഭസ്തിഭിർ ഭാനുരിവാവ ഭാസസേ. പൊതുവെ നല്ല തേജസ്സുള്ളവനായതുകൊണ്ട് ഒരു സൂര്യനെ പോലെ അദ്ദേഹവും ശോഭിക്കുന്നു. അത്രയും കിരണങ്ങൾ, രശ്മികൾ അദ്ദേഹത്തിനുമുണ്ട്. സമാക്ഷിപൻ ഭാനുമത പ്രഭാം. ഭാനുമത, ഭാനു ഉള്ളവൻ, അതായത് സൂര്യൻ, പ്രകാശമുള്ളവനാണ് സൂര്യൻ. ആ സൂര്യന്റെ ഭാനുമത, ആ സൂര്യന്റെ പ്രഭാം, പ്രഭയെ സമാക്ഷിപൻ, താഴ്ത്തുന്നവൻ, അതിനെ ചെറുതാക്കുന്നവൻ. അതായത് സൂര്യനെ കാണുന്ന സമയത്ത് മറ്റൊരു തേജസ്സും നമുക്ക് സമമായി തോന്നുകയില്ല. അപ്പോൾ അഗ്നിയൊക്കെ ജ്വലിക്കുന്നുണ്ടെങ്കിലും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും പ്രകാശമില്ല, എല്ലാം പ്രകാശമില്ലാത്തതുപോലെ തോന്നും. അത്രയും പ്രകാശമാണ് സൂര്യൻ. ആ സൂര്യന്റെ അടുത്ത് ഭഗവാൻ ആവിർഭവിച്ചാൽ, ഗരുഡ ഭഗവാൻ ആവിർഭവിച്ചാൽ ആ സൂര്യനും അഗ്നിക്ക് സമാനമായി ചെറിയൊരു ജ്വാലയാണെന്ന് തോന്നും. കാരണം അത്രയും ശോഭയുള്ളവൻ. അപ്പൊ ആദ്യം സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ എന്ന് പറഞ്ഞു.
അങ്ങനെ ഉപാസിച്ചുകൊണ്ട് കൂടുതൽ അറിയുകയാണ് സൂര്യന് പോലും ശോഭ കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ശോഭയുടെ മുമ്പിൽ സൂര്യൻ ഒരല്പം പോലും ശോഭയില്ല. അതുകൊണ്ട് സമാക്ഷിപൻ ഭാനുമത പ്രഭാം, ആ ഭാനുമാന്റെ പ്രഭയെ താഴ്ത്തുന്ന പ്രഭയോടുകൂടിയവനാണ്. കാരണം ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തെ കാണിച്ചു തരുന്നവനാണ് സൂര്യൻ. ലോകം എന്നാൽ മായയാണ്, വൈവിധ്യമാണ്. അപ്പൊ ലോകത്തെ കാണിച്ചു തരുന്ന മായയിൽ കുടുങ്ങിയിട്ടുള്ള സാധകൻ ഭഗവാൻ ഗരുഡനെ ഉപാസിക്കുന്ന സമയത്ത് ഗരുഡൻ ആത്മപ്രകാശത്തെ പ്രദാനം ചെയ്യും. ആത്മപ്രകാശം സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകപ്രകാശം മുഴുവൻ മായും. ഈ വൈവിധ്യങ്ങൾ ഇല്ലാതെയാകും, അദ്വൈത ബോധം സിദ്ധിക്കും. അപ്പോൾ സൂര്യന്റെ പ്രകാശത്തെ, ഈ വൈവിധ്യത്തെ മാറ്റുന്നവൻ തന്റെ പ്രകാശത്താൽ, അതുകൊണ്ട് സമാക്ഷിപൻ ഭാനുമത പ്രഭാം, അപ്പൊ ആത്മസ്വരൂപിയായിരിക്കുന്നവനാണ് ഗരുഡ ഭഗവാൻ. മുഹു വീണ്ടും, ത്വം അവിടുന്ന്, അന്തക സർവമിതം ധ്രുവാധ്രുവം, ധ്രുവവും അധ്രുവവും ആയിരിക്കുന്ന. ധ്രുവം എന്നാൽ ഇളകാതെ ഇരിക്കുന്നത്, അധ്രുവം എന്ന് പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചഞ്ചലമായതും നിശ്ചലമായതും ധ്രുവാധ്രുവം. അങ്ങനെയുള്ള സർവമിതം, ഇതെല്ലാത്തിൻ്റെയും ത്വം അന്തക, അവിടുന്ന് അന്തകനാകുന്നു. അപ്പൊ ഇവിടെ മുഹു ശബ്ദം നേരത്തെ ഉള്ളതിനോട് ചേർക്കണം. മുഹു എന്നാൽ വീണ്ടും എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യം ഗവസ്തിബിർ ഭാനുരിവാവ ഭാസസേ എന്ന് പറഞ്ഞു, പ്രകാശകിരണങ്ങളാൽ ഒരു സൂര്യനെ പോലെ ശോഭിക്കുന്നു. പിന്നെ വീണ്ടും ഒന്നും കൂടി നോക്കുമ്പോൾ സൂര്യന്റെ ശോഭയെ പോലും കെടുത്തുന്ന ശോഭയോട് കൂടിയവനാണ്. അതുകൊണ്ട് സമാക്ഷിപൻ ഭാനുമത പ്രഭാം മുഹു. അത് കഴിഞ്ഞ് ത്വം അന്തക, അവിടുന്ന് അന്തകനാണ്. എന്തിന്റെ? സർവമിതം ധ്രുവാധ്രുവം, ധ്രുവവും അധ്രുവവുമായിരിക്കുന്ന ഈ സർവചരാചരങ്ങളുടെയും അന്തകൻ അവിടുന്നാണ്. ഇതിനെ മുഴുവൻ ഇല്ലാതെയാക്കുന്നവനാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ അർത്ഥം ഒന്നും കൂടി വ്യക്തമാക്കുകയാണ്. അപ്പോ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യന്റെ പ്രകാശത്തെ ഇല്ലാതെയാക്കി അതിനെ ചെറുതാക്കി സ്വപ്രകാശത്തെ പ്രദാനം ചെയ്യുന്നവൻ, ആത്മബോധത്തെ നൽകുന്നവൻ. ആത്മബോധം സിദ്ധിച്ചാൽ എന്താണ്? പിന്നെ ധ്രുവമെന്നോ അധ്രുവമെന്നോ ഉള്ള ഭേദമില്ല, ഇളക്കവും ഇളക്കമില്ലായ്മയുമില്ല. കാരണം ദേശവും കാലവും അപ്രത്യക്ഷമാകും, നിത്യത സനാതനമായ ഭാവം സിദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് ധ്രുവത്തിന്റെയും അധ്രുവത്തിന്റെയും സർവത്തിന്റെയും അന്തകനാണ് അവിടുന്ന്. അതായത് ആത്മസാക്ഷാത്കാരം പ്രദാനം ചെയ്തുകൊണ്ട് മോക്ഷത്തെ നൽകുന്നവനാണെന്ന് സൂചിപ്പിക്കാൻ ത്വമന്തക സർവമിതം ധ്രുവാധ്രുവം, എല്ലാത്തിനെയും ലയിപ്പിക്കുന്നവൻ, സംഹാരമൂർത്തിയാണ് എന്നർത്ഥവും അവിടെയുണ്ട്. ഇനി സർവമിതം ധ്രുവാധ്രുവം എന്നുള്ളത് വേറെയായിട്ടെടുത്താൽ അവിടുന്ന് അന്തകനാണ്, അതായത് എല്ലാത്തിനെയും സംഹരിക്കുന്നവനാണ് എന്നൊരർത്ഥം. അത് കഴിഞ്ഞ് സർവമിതം, ഈ കാണുന്നത് ധ്രുവവും അധ്രുവവുമായിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഇളകാതെ ഇരിക്കുന്നതും അങ്ങ് തന്നെയാണ്, ഇളകിക്കൊണ്ടേയിരിക്കുന്നതും അങ്ങാണ്. അങ്ങനെ ഭേദമുള്ളതും ഭേദമില്ലാത്തതുമായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ അവിടുന്ന് തന്നെയാണ്. ഇതിന്റെ അന്തകനും അവിടുന്ന് തന്നെയാണ്. ഇതായിരുന്നു മൂന്നാമത്തെ ശ്ലോകം. ത്വമുത്തമ സർവമിദം ചരാചരം ഗവസ്തിവിർ ഭാനുരിവാവഭാസസേ സമാക്ഷിപൻ ഭാനുമതഃ പ്രഭാം മുഹുസ് ത്വമന്തക സർവമിദം ധ്രുവാധ്രുവം. അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. ദിവാകര പരികുപിതോ യഥാ ദഹേത് പ്രജാസ്തഥാ ദഹസി ഹുതാശന പ്രഭ ഭയങ്കര പ്രളയ ഇവാഗ്നിരുത്ഥിതോ വിനാശയൻ യുഗപരിവർത്തനാന്തകൃത്. ദിവാകര പരികുപിതോ യഥാ. ദിവാകരൻ, ദിവസിനെ പകലിനെ രചിക്കുന്നവൻ. ദിവാകരൻ അതാരാ? സൂര്യൻ. സൂര്യഭഗവാൻ പരികുപിത, വളരെയധികം ദേഷ്യപ്പെടുന്ന സമയത്ത്, സൂര്യഭഗവാന് വളരെയധികം കോപമുദിക്കുന്ന സമയത്ത്, യഥാ ഏതുപോലെയാണോ, ദഹേത് പ്രജ, പ്രജകൾ ദഹിക്കുന്നത്, പ്രജകൾ തപിക്കുക. കാരണം സൂര്യന്റെ തേജസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ ഒരു പാകത്തിൽ ശോഭിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് താങ്ങാൻ പറ്റൂ. അപ്പൊ നമ്മുടെ അന്തരീക്ഷമൊക്കെ അതിനെ നമ്മെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ആ താപം അതിന് വർധനവുണ്ടായാൽ അത് സൂര്യന്റെ കോപമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ അങ്ങനെ സൂര്യൻ കോപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതുപോലെയാണോ പ്രജകൾ ദഹിക്കുന്നത്, പിന്നെ ആർക്കും ഇവിടെ നിലനിൽപ്പില്ല. നന്നായി ജനിച്ചവർ, പ്രകർഷേന ജനിച്ചവരാണ് പ്രജകൾ. അപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ ഭൂതങ്ങളും പ്രജകളാണ്. ആ പ്രജകൾ ഏതുപോലെ ദഹിക്കുന്നുവോ, സൂര്യൻ ക്രോധിച്ചാൽ, തഥാ അപ്രകാരം ദഹസി ഹുതാശന പ്രഭ. ഹുതാശനം എന്ന് പറഞ്ഞാൽ അഗ്നി, ഹോമിക്കുന്നത് ഭുജിക്കുന്നവനാണ് ഹുതാശനൻ. അപ്പൊ അഗ്നിസ്വരൂപനാണ്. ഹുതാശന പ്രഭ, അഗ്നിയുടെ പ്രഭയുള്ളവനാണ് അവിടുന്ന്. അവിടുന്ന് ദഹസി ദഹിപ്പിക്കുന്നു. ഈ ലോകത്തിലുള്ളവരെ മുഴുവൻ ഏതുപോലെയാണോ കോപിക്കുന്ന സൂര്യൻ ദഹിപ്പിക്കുന്നത്, അതുപോലെ അവിടുന്ന് ശത്രുക്കളെ മുഴുവൻ ദഹിപ്പിക്കുന്നു. അപ്പൊ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സൂര്യന്റെ കിരണങ്ങൾക്ക്
താങ്ങാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. അതിനപ്പുറമായി കഴിഞ്ഞാൽ, സൂര്യന് ക്രോധം വർദ്ധിച്ചു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല, അവരെല്ലാം ഭസ്മമായി പോകും. അതുപോലെ തന്നെ അങ്ങയ്ക്ക് ക്രോധമുണ്ടായാൽ അങ്ങയുടെ ശത്രുക്കൾ മുഴുവൻ ഭസ്മമായി പോകും. ഭഗവാന്റെ ഭക്തരുടെ നേർക്ക് തിരിയുന്നവരാണ് ഗരുഡ ഭഗവാന് എപ്പോഴും ശത്രുക്കളായിട്ടുള്ളത്. ഗരുഡ ഭഗവാന് പ്രത്യേകിച്ച് ആരോടും ശത്രുതയില്ല. അദ്ദേഹം പൂർണ്ണസ്വരൂപനാണ്. എന്നിരുന്നാലും അദ്ദേഹം ഭക്തരുടെ ശത്രുക്കളുടെ നേർക്ക് ശത്രുതാഭാവം സ്വീകരിച്ചുകൊണ്ട് അവരെ ഭസ്മമാക്കും. അപ്പൊ സൂര്യന്റെ ജ്വാലയ്ക്ക് സമാനമായ ജ്വാലയുള്ളവനാണ്. സൂര്യൻ ക്രോധിച്ചാൽ ഏതുപോലെ പ്രജകളെ ഭസ്മമാക്കുമോ അതുപോലെ അവിടുത്തെ ശത്രുക്കളെ ഭസ്മമാക്കും. ഇനി ഗരുഡൻ എന്ന ആ ഭാവത്തെ നോക്കിയാൽ ഗരുഡന്റെ ശത്രു എന്ന് പറയുന്നത് സർപ്പങ്ങളാണ്. അപ്പൊ സർപ്പങ്ങളെ അതുപോലെ ഭസ്മമാക്കുന്നവൻ. സർപ്പങ്ങളുടെ നേർക്ക് ക്രോധം ഗരുഡന് ജനിച്ചാൽ ആ സർപ്പങ്ങളെ ഭസ്മമാക്കും. അങ്ങനെ ഗരുഡനെ ഭയന്നിട്ടാണല്ലോ കാളിയനൊക്കെ യമുനയിൽ വന്ന് അഭയം പ്രാപിക്കുന്നത്. അപ്പൊ ഗരുഡന്റെ പ്രതാപം എന്ന് പറയുന്നത് അത്രയുമാണ്. അദ്ദേഹത്തെ ദേഷ്യപ്പെടുത്താതിരിക്കുന്നതാണ് സർപ്പങ്ങൾക്ക് നല്ലത്, മറ്റു ശത്രുക്കൾക്കും നല്ലത്. സർപ്പങ്ങൾ അജ്ഞാനത്തിന്റെ പ്രതീകമാണ്, രോഗത്തിന്റെ പ്രതീകമാണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൻ, രോഗത്തെ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥവും അവിടെ കിട്ടും. അപ്പൊ ഏതുപോലെയാണോ ക്രോധിക്കുന്ന സൂര്യൻ പ്രജകളെ ഭസ്മമാക്കുന്നത്, അതുപോലെ അവിടുന്ന് ഭക്തരുടെ അജ്ഞാനത്തെയും രോഗത്തെയും ഭസ്മമാക്കുന്നു. അതാണ് ദിവാകര പരികുപിതോ യഥാ ദഹേത് പ്രജാസ് തഥാ ദഹസി ഹുതാശന പ്രഭ. ഭയങ്കര, ഭയത്തെ ചെയ്യുന്നവൻ ഭയങ്കരൻ, ഭയത്തെ ജനിപ്പിക്കുന്നവനാണ്. പ്രളയ ഇവ അഗ്നിരുദ്ധിതോ വിനാശയൻ. പ്രളയം, എല്ലാം ലയിക്കുന്ന ഭാവമാണ് പ്രളയം. അപ്പോൾ അവസാനത്തിൽ, സൃഷ്ടിയുടെ അവസാനത്തിൽ സംഭവിക്കുന്നതാണ്. ആ സമയത്ത് അഗ്നി ഉദ്ധിതോ ഇവ, അഗ്നി ഉദിച്ചു വരുന്ന പോലെ, പ്രളയാഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാം ഭസ്മമാക്കുന്ന അഗ്നിയാണ്. അതുപോലെ ഭയങ്കര, ഭയത്തെ ജനിപ്പിക്കും. കാരണം പ്രജകൾക്കൊക്കെ നിലനിൽപ്പാണ് ആവശ്യം. അങ്ങനെ നിലനിൽക്കാൻ കൊതിച്ചുകൊണ്ട് നിൽക്കുന്നവർ പ്രളയകാലത്ത് അഗ്നി ഇങ്ങനെ ഉദിച്ച് ജ്വലിച്ച് വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ഭയപ്പെടും. അതുകൊണ്ട് ഭയങ്കരമാണ്. അതുപോലെ വിനാശയൻ, എല്ലാത്തിനെയും നശിപ്പിക്കുന്നവനാണ് അവിടുന്ന്. അപ്പോൾ പ്രളയാഗ്നിയ സ്വരൂപത്തിൽ ഇരിക്കുന്നത് അവിടെ തന്നെയാണ്. അവിടുന്ന് ഈ ലോകത്തിന്റെ മുഴുവൻ അന്തകനാണ് എന്ന ധ്വനി വന്നു, അല്ലെങ്കിൽ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നവനാണ് എന്ന ധ്വനിയും വന്നു. അപ്പോൾ പ്രളയത്തിൽ ഏതുപോലെയാണോ അഗ്നി ഉദിച്ചു വരുന്നത്, അതുപോലെ ലോകത്തിന് മുഴുവൻ, ശത്രു ലോകത്തിന് മുഴുവൻ ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചുകൊണ്ട് അങ്ങ് വരുന്നു. അതുകൊണ്ടാണ് ഹുതാശന പ്രഭ എന്ന് പറഞ്ഞത്. അപ്പോൾ അഗ്നിയുടെ പ്രഭയോടൊത്തവനാണ്. അപ്പൊ പ്രളയാഗ്നി ഏതുപോലെ ഉണ്ടാകുമോ അതുപോലെ ആയിരിക്കും അങ്ങയെ കാണാൻ. പ്രളയാഗ്നിയെ സങ്കല്പിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ള അഗ്നിയുടെ ഭാവമല്ല. മുഴുവൻ ഭസ്മമാക്കാനുള്ള ദാഹത്തോടുകൂടി, ക്രോധത്തോടുകൂടിയുള്ള വരവാണ് അഗ്നിയുടെ ആ ഭാവത്തിൽ. അങ്ങനെ വന്നുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഭയം ജനിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സംഹരിക്കുന്നവൻ, അപ്പൊ എല്ലാവർക്കും പരമഗതിയെ നൽകുന്നവൻ എന്നൊരർത്ഥവും, അതല്ലെങ്കിൽ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നവൻ എന്നർത്ഥവും വന്നു. ഇവിടെ സർവരെയും നശിപ്പിക്കുന്ന ഭാവമാണ്. കാരണം തുടർന്ന് പറയുന്നത് യുഗപരിവർത്തനാന്തകൃത് എന്നാണ്. യുഗപരിവർത്തനം, യുഗങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചതുർയുഗങ്ങൾ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. കൃതം, ത്രേത, ദ്വാപരം, കലി, ഇതാണ് 4 യുഗങ്ങൾ. ഈ 4 യുഗങ്ങളും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഇത് നിൽക്കണമെങ്കിൽ അതിന് ഗരുഡൻ വിചാരിക്കണം. എല്ലാത്തിനെയും ഭസ്മമാക്കി ആ ചലനത്തെ, കാലചക്രത്തെ പൂർണ്ണമായി നിശ്ചലമാക്കുന്നവനായതുകൊണ്ട് യുഗപരിവർത്തനാന്തകൃത്, യുഗപരിവർത്തനത്തിന്റെ അന്തത്തെ രചിക്കുന്നവൻ അന്തകൃത്. അപ്പൊ അതുകൊണ്ട് കാലത്തെ ഇല്ലാതെയാക്കുന്നവനായതുകൊണ്ട് പ്രളയാഗ്നിക്ക് സമാനമായിട്ട് ജ്വലിക്കുന്നവനാണ്. അപ്പൊ കാലം ഇല്ലാതെയാകുക, സ്ഥൂലാർത്ഥത്തിൽ എടുത്തു നോക്കിയാൽ ഈ ലോകം അവസാനിക്കുന്ന സമയത്ത് പ്രളയാഗ്നിയായിട്ട് വരുന്നത് അവിടുന്ന് തന്നെയാണ്. അങ്ങനെ വരുന്ന അവിടുന്ന് സൂര്യന് ക്രോധമുണ്ടായാൽ ഏതുപോലെ ജ്വലിക്കുമോ അതുപോലെ ജ്വലിച്ചുകൊണ്ട് ലോകത്തെ ഭസ്മമാക്കുന്നു. ലോകത്തിലുള്ളവരുടെ ഉള്ളിലെല്ലാം ഭയത്തെ ജനിപ്പിക്കുന്നു. അങ്ങനെ എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് കാലത്തെ ഇല്ലാതെയാക്കുന്നു, യുഗപരിവർത്തനത്തെ അവസാനിപ്പിക്കുന്നു. സൂക്ഷ്മമായി നോക്കിയാൽ നമ്മുടെ അകത്ത് ആത്മജ്ഞാനം ഉണ്ടായാൽ ദേശവും കാലവും പിന്നെ ഇല്ല. ദേശകാലബോധത്തിന് അതീതമായി നിൽക്കുന്ന നിത്യഭാവമാണ് ആത്മാവിനുള്ളത്. ആ ഭാവത്തിൽ ഉണ്ടായാൽ പിന്നെ നമുക്കൊരിക്കലും യുഗ പരിവർത്തനം സംഭവിക്കുന്നില്ല. ജനന മരണ ചക്രം, സംസാരം പിന്നെ നമുക്കില്ല. നമ്മൾ നിത്യതയെ പ്രാപിച്ചു കഴിഞ്ഞു. ആ നിൽക്കുന്ന ഭാവത്തിലുള്ള നമുക്ക് ഈ യുഗം അവസാനിച്ച പോലെ തന്നെയാണ്. അപ്പൊ ആത്മസാക്ഷാത്കാരത്തെ പ്രദാനം ചെയ്തുകൊണ്ട് സംസാര ചക്രത്തെ ഇല്ലാതെയാക്കുന്നവൻ എന്നർത്ഥവും ഇവിടെയുണ്ട്. അതല്ലെങ്കിൽ പ്രളയാഗ്നി, കാരണം ലോകം ഉണ്ടായാൽ അത് അവസാനിച്ചേ തീരൂ. അപ്പൊ അതിനെ അവസാനിപ്പിക്കുന്നത് ഭഗവാൻ ഗരുഡൻ തന്നെയാണ്, പ്രളയാഗ്നി സ്വരൂപനാണ്. അങ്ങനെ യുഗപരിവർത്തനത്തെ ഇല്ലാതെയാക്കുന്നവനാണ് എന്നും അർത്ഥം. ഇതായിരുന്നു 4ാമത്തെ ശ്ലോകം.
ദിവാകര പരികുപിതോ യഥാ ദഹേത് പ്രജാസ്തഥാ ദഹസി ഹുതാശന പ്രഭ ഭയങ്കര പ്രളയ ഇവാഗ്നിരുദ്ധിതോ വിനാശയൻ യുഗപരിവർത്തനാന്തകൃത്. ദേവന്മാര് കാണുന്ന തേജസ്സിനെയാണല്ലോ അവർ വർണ്ണിക്കുന്നത്. അപ്പൊ ആ പ്രകാരത്തിൽ ശോഭിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദേവന്മാർ ഇങ്ങനെയൊക്കെ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയും മഹിമാവോട് കൂടിയവൻ. അടുത്തത് അവസാനത്തെ ശ്ലോകമാണ്, 5-ാമത്തെ ശ്ലോകമാണ്. ഖഗേശ്വരം ശരണമുപസ്ഥിതാവയം മഹൗജസം വിതിമിരമഭ്രഗോചരം മഹാബലം ഗരുഡമുപേത്യഖേചരം പരാവരം വരദമജയ്യ വിക്രമം. വയം ഞങ്ങൾ, ഉപേത്യ അടുത്തെത്തിയിട്ട്, ആരുടെ? ഖഗേശ്വരം ഖഗങ്ങളുടെ ഈശ്വരനായിരിക്കുന്നവൻ. ഖഗം എന്നാൽ പക്ഷി, പക്ഷികളുടെ ഈശ്വരനായിരിക്കുന്നവന്റെ അടുത്തെത്തി ശരണം ഉപസ്ഥിത ശരണത്തെ നേടിയിരിക്കുന്നു. ശരണം പ്രാപിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ആരെ? ഖഗേശ്വരനെ. ഖഗങ്ങളുടെ മുഴുവൻ ഈശ്വരനായിരിക്കുന്നവൻ. സൂക്ഷ്മാർത്ഥം യോഗികളുടെ ഭാവത്തെ സൂചിപ്പിക്കുന്നു. കാരണം ഖഗങ്ങൾ ആകാശത്തിലൂടെ ചരിക്കുന്നവരാണ്, ഹൃദയാകാശത്തിൽ ചരിക്കുന്നവരാണ് യോഗികൾ. ആ യോഗികളുടെ മുഴുവൻ ഈശ്വരനായിരിക്കുന്നത് കൊണ്ട് ഖഗേശ്വരനാണ് അവിടുന്ന്. ആ അവിടുത്തെ അടുത്തേക്ക് വന്ന് ഉപേത്യ വയം ഞങ്ങൾ എല്ലാവരും ശരണം ഉപസ്ഥിത. ദേവന്മാര് മുഴുവൻ പറയുകയാണ്, ഇവിടെ ജപിക്കുന്ന ഭക്തരും പറയുകയാണ്. ശരണം ഉപസ്ഥിത, ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു, ശരണം അർത്ഥിക്കുന്നു, ആ ശരണം നേടിയിരിക്കുന്നു. ഞങ്ങൾക്ക് മറ്റൊരു ആശ്രയമില്ല, അവിടുന്ന് മാത്രമാണ് ആശ്രയം. അതുകൊണ്ട് ഖഗേശ്വരം, ഖഗങ്ങളുടെ പക്ഷികളുടെ മുഴുവൻ ഈശ്വരനായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആശ്രയം പ്രാപിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് തുടർന്നുള്ള പദങ്ങളൊക്കെ. അപ്പൊ ഇവിടെ പറയുന്നു മഹൗജസം. എങ്ങനെയുള്ള ഖഗേശ്വരനാണ്? മഹാ ഓജസ് ഉള്ളവനാണ്. ഓജസ് എന്ന ശബ്ദത്തിന് ശരീരബലം എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ശരീരത്തിന് നല്ല ബലമുള്ളവൻ, അത്രയും ബലശാലിയായതുകൊണ്ട് മഹൗജസനാണ് അവിടുന്ന്. ഇനി സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ നല്ല സാമർഥ്യം, കാര്യപ്രാപ്തിയുള്ളവൻ എന്നർത്ഥവും മഹോജസ ശബ്ദത്തിനുണ്ട്. അപ്പൊ എന്തും ചെയ്യാൻ സമർത്ഥനാണ്. വളരെയധികം ശരീരബലമുണ്ട്. അത് മാത്രമല്ല എന്തും ചെയ്യാൻ സമർത്ഥനാണ്. കാരണം ബലമുണ്ടായാൽ മാത്രം പോരാ, ആ ബലത്തെ ഉപയോഗിക്കാൻ സാധിക്കണം, സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. അതിനുള്ള സാമർഥ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മഹോജസം എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ ഭക്തര് അഭയം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ശരണം പ്രാപിച്ചിരിക്കുകയാണല്ലോ, ആ ശരണത്തെ പ്രദാനം ചെയ്യാനുള്ള ബലവും സാമർഥ്യവും അദ്ദേഹത്തിനുണ്ട്. ഓജസ് എന്നതിന് ചൈതന്യം എന്നർത്ഥമുണ്ട്. അപ്പൊ നല്ല ചൈതന്യമുള്ളവൻ, അതായത് ബോധസ്വരൂപനാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് മഹോജസനാണ്. ബോധം തന്നെ സ്വരൂപമാണ്, ബാക്കിയെല്ലാം വെറും നമ്മളുടെ തോന്നലാണ്. അദ്ദേഹത്തിന്റെ സ്വരൂപം ശുദ്ധമായ ചിത്താണ്, ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് മഹോജസം. അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിൽ ശോഭിക്കുന്നവനാണ് എന്നും അവിടെ ഗ്രഹിക്കാം. വിതിമിരം, തിമിരം എന്നാൽ അന്ധകാരം. വിതിമിരം എന്നാൽ അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നവനാണ് അവിടുന്ന്. അന്ധകാരത്തെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്ക് നല്ല തേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ തേജസ് ഉള്ളത് കൊണ്ട് അങ്ങയുടെ ചുറ്റും ഒരിക്കലും അന്ധകാരം ഉണ്ടാവുകയില്ല. സൂര്യനെ സമാനമാണ് അങ്ങയുടെ തേജസ് എന്ന് പറഞ്ഞു. അപ്പൊ സൂര്യൻ ഉദിച്ചാൽ ഏതുപോലെ ഇരുട്ടില്ലാതെയാകുമോ അതുപോലെ അങ്ങ് ആവിർഭവിച്ചാൽ ഇരുട്ടില്ലാതെയാകും. ദുഃഖമാണ് ഇവിടെ ഇരുട്ട്. ഈ ദുഃഖത്തിൽ തപിക്കുന്ന നമുക്ക് ഭഗവാൻ ഗരുഡൻ വന്നാൽ അദ്ദേഹത്തിന്റെ പുറത്തിരിക്കുന്ന നാരായണനെ ലഭിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദുഃഖമെല്ലാം ഇല്ലാതെയാകും. അതുകൊണ്ട് വിതിമിരം. ഇനി നമ്മുടെ അജ്ഞാനവും തിമിരമാണ്. അപ്പൊ അജ്ഞാനഗ്രസ്തരായിരിക്കുന്ന നമ്മൾ ഗരുഡ ഭഗവാനെ ഉപാസിച്ചാൽ ഗുരുസ്വരൂപനായ അദ്ദേഹം നമുക്ക് അറിവിനെ പ്രദാനം ചെയ്യും. ആ അറിവിനെ പ്രദാനം ചെയ്യുമ്പോൾ നമ്മുടെ അജ്ഞാനമെല്ലാം നീങ്ങും. അങ്ങനെ നമ്മുടെ തിമിരത്തെ ഇല്ലാതെയാക്കുന്നവൻ വിതിമിരം. അഭ്രഗോചരം, ആകാശത്തിലൂടെ ചരിക്കുന്നവനാണ് അവിടുന്ന്. അതുകൊണ്ട് അഭ്രഗോചരം. ആകാശത്തിലൂടെ ചരിക്കുന്നവൻ, ആകാശത്ത് കാണപ്പെടുന്നവൻ എന്നെല്ലാം അർത്ഥത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഇരിക്കുന്നവനാണ് എന്ന് സൂചിപ്പിക്കാൻ. പിന്നെ ഗരുഡൻ പക്ഷിയാണല്ലോ, അപ്പൊ ആകാശത്തിലൂടെ ചരിക്കുന്നത് കൊണ്ട് അഭ്രഗോചരമാണ്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ ആകാശത്തിൽ ഇരുട്ടിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് ചരിക്കുന്നവനാണ്. അപ്പൊ ഇവിടെ രണ്ടർത്ഥം വന്നു. ഒന്ന് സൂര്യസ്വരൂപനാണ്. അപ്പൊ സൂര്യൻ അവിടുന്ന് തന്നെയാണ്, സൂര്യന് സമാനമാണെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു അങ്ങ് സൂര്യൻ തന്നെയാണ്. കാരണം സൂര്യൻ ഏതുപോലെയാണോ ആകാശത്തിലൂടെ ചരിക്കുന്ന പോലെ ഞങ്ങൾ കാണുന്നത്, അതുപോലെ അങ്ങയെ ഞങ്ങൾ കാണുന്നു. അങ്ങിങ്ങനെ ജ്വലിച്ചുകൊണ്ട് അന്ധകാരത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വിതിമിരം അഭ്രഗോചരം എന്നർത്ഥം വന്നു. ഇനി ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന ആകാശത്തിൽ സഞ്ചരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സ്വയം അത്രയും തേജസ് ഉള്ളത് കൊണ്ട് ഗരുഡനായി തന്നെ ആകാശത്തിലൂടെ ചരിക്കുമ്പോൾ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നവൻ.
ഇനി ആകാശം എന്നുള്ളത് നമ്മുടെ ഹൃദയമായിട്ടെടുത്താൽ നമ്മുടെ ഹൃദയാകാശത്തിൽ ആത്മഭാവത്തിൽ ശോഭിക്കുന്നത് കൊണ്ട് അവിടെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നവനായതുകൊണ്ട് വിതിമിരം അഭ്രഗോചരം. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നവൻ. മഹാബലം, വളരെയധികം ബലമുള്ളവൻ. ഗരുഡന്റെ ബലം നമുക്കൊക്കെ അറിയാം, കാരണം സാക്ഷാത് മഹാനാരായണനെ തന്നെ തന്റെ പുറത്ത് താങ്ങുന്നവനാണ്. അപ്പൊ ലോകത്തെ മുഴുവൻ വഹിക്കുന്നവനെ വഹിക്കാനുള്ള ബലമുള്ളവനായതുകൊണ്ട് മഹാബലം. ഭഗവാനെ ഉപാസിച്ചാൽ നമുക്കും ബലം ലഭിക്കും. ഹനുമാൻ സ്വാമിയെ പോലെ തന്നെയാണ് ഗരുഡനും. ഉപാസിക്കുന്നവർക്ക് ബലം കൊടുക്കും, നല്ല ബലം ഉണ്ടാവും, ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും. അതുകൊണ്ട് മഹാബലം. ഗരുഡം, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പേര് ഗരുഡം. ഗരുത് എന്ന ശബ്ദത്തിൽ നിന്നാണ് വരുന്നത്, അതായത് പക്ഷമുള്ളവൻ എന്നർത്ഥം. അപ്പോൾ പക്ഷമുള്ളവൻ അതായത് പക്ഷിയാണ് അവിടുന്ന്, അതുകൊണ്ട് ഗരുഡനാണ് അങ്ങ്. അപ്പൊ അതായത് ചിറകുള്ളവൻ എന്നർത്ഥം വന്നു. ഇനി വിഴുങ്ങുക, ഭക്ഷിക്കുക എന്ന് ഗരുത്ത് എന്ന ശബ്ദത്തിന് അർത്ഥമുണ്ട്. അപ്പൊ ഗരുത്മാൻ എന്ന് വിളിക്കും, വിഴുങ്ങുന്നവൻ. ആ അർത്ഥത്തിലും ഗരുഡ. ലോകത്തെ മുഴുവൻ ഭക്ഷിക്കുന്നവനാണ്. കാരണം തന്നിൽ നിന്ന് അന്യമായതുണ്ട് എന്ന തോന്നലാണ് നമ്മെ എപ്പോഴും ദുഃഖിപ്പിക്കുന്നത്. അതിനെ മുഴുവൻ തൻ്റെ അകത്താക്കിയാൽ അത് താൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖം ഒരല്പം പോലുമില്ല. അപ്പൊ വളരെയധികം ഭക്ഷിക്കുന്നവനായതുകൊണ്ട് ഗരുഡൻ, അതായത് ലോകത്തെ മുഴുവൻ ഭക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവൻ ആത്മസ്വരൂപമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭേദത്തെ ഉപേക്ഷിക്കുന്നു. അപ്പൊ പുറത്തുള്ളതിനെല്ലാം അകത്താക്കുന്നവനായതുകൊണ്ടും ഗരുത്മാൻ, ഗരുഡൻ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷിയാണ്, പക്ഷമുള്ളവനാണ്, അതുകൊണ്ട് ഗരുഡനാണ്. എല്ലാം ഭക്ഷിക്കുന്നവനാണ്, അതുകൊണ്ടും ഗരുഡനാണ്. ആ ഗരുഡൻ ഖേചരം, ആകാശത്തിലൂടെ ചരിക്കുന്നവനാണ്. ആകാശത്തിലൂടെ ചരിക്കുക, സ്ഥൂലാർത്ഥം നമുക്കെല്ലാം അറിയാം, പറക്കുന്നവനാണ്. സൂക്ഷ്മാർത്ഥം ഹൃദയാകാശത്തിൽ ശോഭിക്കുന്ന ആത്മാവാണ്. പരാവരം, പരാവരം എന്ന ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ദൂരെയുള്ളതും അടുത്തുള്ളതും എന്നൊരർത്ഥമുണ്ട്. പര അവരം എന്നർത്ഥമുണ്ട്. അപ്പോൾ വളരെ ദൂരമുള്ളതും അവിടുന്നാണ്, അടുത്തുള്ളതും അവിടുന്നാണ്. ഇത് ബ്രഹ്മത്തിനെ സൂചിപ്പിക്കാനായിട്ട് ഉപനിഷത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ ഏറ്റവും ദൂരെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഇതിനെല്ലാം അപ്പുറം നിൽക്കുന്നവനാണ്, അതുകൊണ്ട് ഏറ്റവും ദൂരെയാണ്. എന്നാൽ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാലോ എൻ്റെ തന്നെ സ്വരൂപമാണ്, അപ്പൊ ഏറ്റവും അടുത്തുള്ളവനാണ്, അതുകൊണ്ട് പരാവരനാണ് അവിടുന്ന്. ഇനി പരാവര ശബ്ദത്തിന് എഫക്റ്റും കോസും, അതായത് കാര്യവും കാരണവുമായിട്ടിരിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. ഈ കാണുന്നതെല്ലാം കാര്യമാണ്, ഇതിന് കാരണമായിരിക്കുന്നത് ബ്രഹ്മമാണ്. ഇത് രണ്ടും അവിടുന്ന് തന്നെയാണ്, അതുകൊണ്ട് പരാവരം. ഇനി പരാവരം എന്നുള്ളതിന് ഉയർന്നതും താഴ്ന്നതും എന്നർത്ഥമുണ്ട്. അപ്പൊ ഏറ്റവും ഉയരത്തിൽ ഇരിക്കുന്നതും അങ്ങാണ്, ഏറ്റവും താഴെ ഇരിക്കുന്നതും അങ്ങാണ്. അപ്പൊ ഇവിടെ ഉയർച്ച താഴ്ച എന്ന് പറഞ്ഞാൽ ഭക്തരുടെ ഗതിയെ നമുക്കെടുക്കാം. അപ്പോൾ തന്നെ അനുഭവിക്കുന്നത് ഏറ്റവും ഉയർന്ന തലം, തന്നിൽ നിന്ന് അന്യമായി പലതിനെയും കണ്ടുകൊണ്ട് തപിക്കുന്നത് ഏറ്റവും താഴ്ന്ന തലം. ആ രണ്ട് തലത്തിലും ഉള്ളവനാണ്, അതുകൊണ്ട് പരാവരനാണ് അദ്ദേഹം. ഇനി ഉയർച്ചയും താഴ്ചയും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനെ മുഴുവൻ അതിക്രമിച്ച് നിൽക്കുന്നവനാണ്, ഈ ലോകത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവനുമാണ്. ഒരേ സമയം രണ്ട് ഭാവത്തിലും ഇരിക്കുന്നത്, കാരണം അദ്ദേഹത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ട് പരാവരം. ഇനി ഉയർച്ചയും താഴ്ചയും എന്നുള്ളതിന് സൂക്ഷ്മമായി ഒന്നുകൂടി നോക്കിയാൽ ഉയരത്തിൽ ഇരിക്കുന്നത് ഭഗവാൻ നാരായണൻ, താഴ്ന്നിരിക്കുന്നത് ആ ഭഗവാനെ വഹിക്കുന്നത് ഗരുഡൻ. രണ്ടും അങ്ങ് തന്നെയാണ്. നാരായണൻ തന്നെയാണ് ഗരുഡൻ, ഗരുഡൻ തന്നെയാണ് നാരായണൻ. ഭേദമില്ല, കാരണം ഭഗവാനെ വഹിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഭഗവാനെ വഹിക്കുന്നത്, അതുകൊണ്ട് പരാവരം. വരദം, വരത്തെ നൽകുന്നവനാണ് അവിടുന്ന്. വരം എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വരത്തെ നൽകുന്നവൻ എന്നൊരർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ആഗ്രഹവുമായിട്ട് ഉപാസിച്ചാലും ആ ആഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നവൻ വരദം. ഇനി വരം എന്ന പദത്തിന് ശ്രേഷ്ഠം എന്ന അർത്ഥം എടുത്താൽ ശ്രേഷ്ഠമായതിനെ നൽകുന്നവൻ. മറ്റാൾക്കാരെ നമ്മൾ എന്ത് ചോദിച്ചാലും നൽകും, അതുകൊണ്ട് നമുക്ക് ഗുണവും ഉണ്ടാവാം ദോഷവും ഉണ്ടാവാം. എന്നാൽ ഭഗവാനെ ഭജിച്ചാൽ ശ്രേഷ്ഠമായത് മാത്രമേ ഭഗവാൻ തരൂ. നമ്മൾ ശ്രേഷ്ഠമല്ലാത്തത് അർത്ഥിച്ചാൽ അത് ശ്രേഷ്ഠമല്ല എന്ന് പറഞ്ഞ് തരാതിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദോഷമുണ്ടാവുകയില്ല. ശ്രേഷ്ഠമായത് അർത്ഥിക്കുമ്പോൾ, ഇനി അർത്ഥിച്ചില്ലെങ്കിൽ പോലും ശ്രേഷ്ഠമായതാണെന്ന് മനസ്സിലാക്കി തരും, അതുകൊണ്ട് വരദം. അപ്പൊ ഭഗവാനെ ഉപാസിച്ചാൽ ഉയർച്ച മാത്രമേ കിട്ടൂ. പലപ്പോഴും അസുരന്മാരൊക്കെ പല ഉപാസനകളും നടത്തി അവർക്ക് തന്നെ ദോഷമുള്ള കാര്യങ്ങൾ വാങ്ങും, അത് അവർക്ക് ഗുണമാണെന്ന് കരുതി പിന്നീട് ദുഃഖിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഭഗവാനെ ഉപാസിച്ചാൽ ഒരിക്കലും വരില്ല. കാരണം നമുക്ക് ഏറ്റവും അനുയോജ്യമായതും ഏറ്റവും ശ്രേഷ്ഠമായതും ഏതാണോ അതിനെ മാത്രം നൽകുന്നവനാണ്, അതുകൊണ്ട് വരദം എന്ന് വിളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു അജയ്യ വിക്രമം. ഭഗവാന്റെ വിക്രമത്തെ ജയിക്കാൻ ആർക്കും സാധിക്കുകയില്ല, ആ വിക്രമത്തെ അതിക്രമിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അത്രയും വിക്രമത്തോടൊത്തവനാണ്.
ദേവന്മാർക്ക് പോലും ഭയം തോന്നി. അമൃതകുംഭം എടുക്കാനായിട്ട് ഗരുഡൻ പോയി, നമ്മൾ ആ കഥ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ദേവന്മാർക്ക് പോലും തടുക്കാൻ പറ്റുന്നില്ല, അത്രയും സാമർഥ്യമുള്ളവനാണ്. അത് കണ്ട് ഭഗവാൻ സന്തോഷിച്ചിട്ടാണ് അനുഗ്രഹിക്കുന്നത്, ഗരുഡധ്വജനാകുന്നത് ആ ഭാവത്തിലാണ്. അപ്പൊ അത്രയും വിക്രമമുള്ളവനാണ്. ആ വിക്രമത്തെ ജയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. വലിയ വലിയ സർപ്പങ്ങൾ പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭയന്ന് വിറച്ചു പോകും. കാരണം ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നവരാണ് ഈ സർപ്പങ്ങൾ. അവർക്ക് പോലും ഗരുഡനെ കണ്ടാൽ ഭയമാണ്. അതുകൊണ്ട് അജയ്യ വിക്രമം. അദ്ദേഹം എല്ലാം തരണം ചെയ്ത് നിൽക്കുന്നു. അതിനപ്പുറം ഇനിയൊന്നുമില്ല. അതുകൊണ്ടും അജയ്യ വിക്രമമാണ്. അദ്ദേഹം എത്തിയിട്ടുള്ള തലത്തിനപ്പുറം എത്താൻ ആർക്കും സാധിക്കുകയില്ല. കാരണം പരബ്രഹ്മ വസ്തു തന്നെയാണ്, പരബ്രഹ്മ ബോധം തന്നെയാണ് ഗരുഡന്റെ ഭാവം. അതിനതീതമായി ഒന്നുമില്ല. അതാണ് പരമമായ ഭാവം. അതുകൊണ്ട് അജയ്യ വിക്രമം. ഇതായിരുന്നു 5ാമത്തെ ശ്ലോകം. ഖഗേശ്വരം ശരണമുപസ്ഥിതാവയം മഹൗജസം വിതിമിരം അഭ്രഗോചരം മഹാബലം ഗരുഡമുപേത്യഖേചരം പരാവരം വരദമജയ്യ വിക്രമം. ഇത് ശ്രീ ഗരുഡ സ്തോത്രം സമ്പൂർണം. ഓം തത്സത്. അങ്ങനെ ഈ മഹാഭാരതത്തിന്റെ ഉള്ളിലുള്ള ആദിപർവത്തിൽ വരുന്ന ദേവന്മാരെ രചിച്ചിട്ടുള്ള ശ്രീ ഗരുഡ സ്തോത്രം ഇവിടെ സമ്പൂർണമാകുന്നു. ഓം തത്സത്. വളരെ സുന്ദരമായ സ്തോത്രമാണ്. കാരണം ഗരുഡന്റെ മഹിമയെ പരിപൂർണമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്തോത്രമാണ്. ഗരുഡനെ പലരും ശ്രദ്ധിക്കാറില്ല. ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഭഗവാന്റെ വാഹനമായ ഗരുഡനെ പലരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഭഗവാൻ തന്നെയാണ് ഗരുഡൻ എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റൂ. കാരണം ഭഗവാനെ നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ഗുരുമൂർത്തി തന്നെയാണ്, ഗുരുസ്വരൂപനാണ് സാക്ഷാത് ഗരുഡൻ. അപ്പൊ ഗരുഡന്റെ ആ മഹിമ മുഴുവൻ മനസ്സിലാക്കി ഗരുഡൻ നാരായണൻ തന്നെയാണെന്നുള്ള ഭാവം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഭഗവത് അനുഭൂതി എളുപ്പം സിദ്ധിക്കും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ സ്തോത്രം ദേവന്മാരെ രചിച്ചിട്ടുള്ളത്. അവർ അവരുടെ സന്തോഷത്തിന് വേണ്ടി സ്തുതിച്ചതാണെങ്കിലും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് വരുന്ന തലമുറയ്ക്ക് മുഴുവൻ ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ജപിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മഹിമയെ ധ്യാനിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇതിന്റെ അർത്ഥമെങ്കിലും ഉൾക്കൊണ്ട് ആ മഹിമയെ മനസ്സിൽ സ്മരിക്കുക. അങ്ങനെ സ്മരിക്കുന്ന സമയത്ത് ഗരുഡന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. നാരായണൻ ഗരുഡ രൂപത്തിൽ നമ്മളെ അനുഗ്രഹിച്ച് സ്വസ്വരൂപത്തെ നമുക്ക് വെളിവാക്കി തരും. അകത്ത് നമുക്ക് ഭഗവത് ദർശനം സിദ്ധിക്കും. അതിനുള്ള ഭാഗ്യം ആ ഗരുഡ ഭഗവാൻ, നാരായണമൂർത്തിയായ ഗരുഡ ഭഗവാൻ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തോത്രത്തിന്റെ എളിയ വ്യാഖ്യാനം ആ നാരായണമൂർത്തിയായ ഗരുഡ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.